എന്റെ മോളെ കാണാനില്ല. അത് നിനക്കൊരു പ്രശ്നമല്ലല്ലോ. ഇന്നൊരു ദിവസം ലീവ് എടുത്തെന്ന് വെച്ച് എന്താ സംഭവിക്കാൻ പോകുന്നേ? ഞാൻ ലീവിലാണമ്മേ. പിന്നെ എങ്ങോട്ടാ രാവിലെ കെട്ടി ഒരുങ്ങി പോകുന്നത്? സിദ്ധു വിളിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ പോകാനുണ്ടത്ര? കറങ്ങിയടിച്ച് നടന്നോ? നിത്യ പോയതൊന്നും നിനക്ക് വിഷയമല്ലല്ലോ. വിഷയമാണ്. അതുകൊണ്ടാ ഞാൻ സിദ്ധുവിനൊപ്പം പോകുന്നത്. കറങ്ങാനല്ല, അന്വേഷിക്കാനാ പോകുന്നത്. ഇപ്പോഴെങ്കിലും കുറച്ച് മാന്യമായിട്ടൊന്ന് സംസാരിച്ചൂടെ അമ്മ? എനിക്ക് ഇത്രയും മാന്യതയുള്ളൂ. എന്റെ അമ്മ ദേവി ഈ സംസാരം ഒന്ന് നിർത്തുന്നുണ്ടോ? നെഞ്ചെടുത്ത് പടപടന്നിരിക്കാം. അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാന്നാ സിദ്ധു പറഞ്ഞത്. പക്ഷെ എനിക്കറിയാം, വെറുതെ. എവിടെയാ, എന്തിനാ പോകുന്നെന്ന് എനിക്കെപ്പോഴും അറിയില്ല. അതൊരിക്കലും ഒരു സങ്കടത്തിലേക്ക് ആയിരിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതിനുവേണ്ടി ഞാൻ ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് അമ്മയുടെ മനസ്സിലെ വൃത്തികേട് സംശയമൊന്നും പുറത്തേക്ക് എടുക്കരുത്. സഹിക്കാൻ പറ്റുന്നില്ല എല്ലാം കൂടെ. നില തെറ്റി നിൽക്കുവോ ഞാൻ? നിനക്ക് മാത്രമല്ല, എനിക്കുണ്ട് വിഷമം. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ഞാൻ. നിനക്കറിയോ? അറിയാം. അങ്ങനെ തന്നെയല്ലേ വേണ്ടതും. കൂട്ടത്തിൽ എന്നോട് കൂടി കുറച്ച് ദയ കാണിച്ചൂടെ? തകർന്നു നിൽക്കുവോ ഞാൻ? ആശ്വസിപ്പിക്കണ്ട, കുത്തി നോക്കാതെങ്കിലും ഇരുന്നൂടെ? ഓ, അല്ലെങ്കിൽ ഞാൻ മിണ്ടുന്നതാണല്ലോ കുഴപ്പം. അയക്കോ, എന്ത് വേണമെങ്കിലും അയക്കോ. ഞാനൊന്നിലും ഇടപെടാൻ വരുന്നില്ല. ഒന്ന് പ്രാർത്ഥിക്കേ. നിത്യമോൾക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ മനസ്സൊരുക്കൊന്ന് പ്രാർത്ഥിക്കേ. നമ്മളിപ്പോ അതാ ചെയ്യേണ്ടത്. അതൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട, എനിക്കറിയാം. പോകുന്നത് നിത്യ തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി ആവണം. അതാ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ആഗ്രഹം നടക്കാൻ അമ്മ എന്നെ അനുഗ്രഹിക്കണം. പോയിട്ട് വാ, എല്ലാം ഭംഗിയാവും. ശരത്തേ, മോനെ, ശരത്തേ, 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 വാതില് തുറക്ക്. ശരത്തേ, എന്താ അമ്മേ? ദേവികയും സിദ്ധുവും കൂടി നിത്യ അന്വേഷിക്കാൻ ഇറങ്ങുന്നുണ്ട്. അവര് അതിനു വേണ്ടി തന്നെയാണോ പോകുന്നതെന്ന് നീ ഒന്ന് നോക്കണം. സംശയം എന്താ? അതിനായിരിക്കില്ല. ഈ അവസരം മുതലെടുക്കാൻ നോക്കുമല്ലേ അവര്. എന്തായാലും ഇങ്ങനെയുണ്ട് ആളുകൾ. നമ്മൾ ഇവിടെ വീർപ്പ് മുട്ടി കഴിയുന്നു, അവർ സന്തോഷിച്ച് കറങ്ങി നടക്കുന്നു. കണ്ട കയ്യോടെ പിടിക്കണം. നമ്മൾ സംശയിക്കുന്നതാണ് സത്യമെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ചെയ്യേണ്ടതേ പണ്ടേ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനൊരു സങ്കടം അനുഭവിക്കേണ്ടി വരുമായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ കല്യാണം നടത്തണമെന്ന്. ആരെങ്കിലും കേട്ടു? കേട്ടിരുന്നെങ്കിൽ വേണ്ട. ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? വെറുതെ വിഷമിക്കാന്നല്ലാതെ. എന്റെ കുറ്റാണോ? പറയാഞ്ഞിട്ടാണോ?
അവള് സമ്മതിക്കാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ? നിർബന്ധിക്കണമായിരുന്നു, വാശി പിടിക്കണമായിരുന്നു. അതൊന്നും നിങ്ങളാരും ചെയ്തില്ല. അവിടെയും ദേവിക കളിച്ചത്. എനിക്കെതിരെ ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കി നിത്യയുടെ മനസ്സിൽ വിഷം കയറ്റി. കാണാതായപ്പോ അതും ആഘോഷിക്കുന്നു. ഇപ്പൊ ഒന്നും പറയണ്ട, എല്ലാം ഒന്ന് കഴിയട്ടെ. നീ കണ്ടോ, നിത്യ തിരിച്ചു വന്നാലുടൻ ഞാൻ ആ കല്യാണം നടത്തും. കല്യാണം ഇനിയും നിത്യ സമ്മതിച്ചില്ലെങ്കിലോ? ഞാൻ വെട്ടുകത്തി എടുക്കും, അപ്പൊ അവള് സമ്മതിക്കും. എനിക്കാണെങ്കിൽ കാത്തിരുന്ന് മടുത്തു. ദുബായിൽ നിന്നാണെങ്കിൽ വിളിയോടെ വിളിയാ. കല്യാണം കഴിഞ്ഞാലല്ലേ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. കല്യാണം നീണ്ടാലേ എന്റെ ബിസിനസ് മുഴുവനും പൊട്ടാനാ സാധ്യത. എല്ലാം നമുക്ക് ശരിയാക്കാം മോനെ. എനിക്കൊരവസരം കൂടി താ. തരാതിരിക്കാൻ പറ്റില്ലല്ലോ. ആവശ്യം എന്റെ ആയി പോയില്ലേ? മോന് എന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേ? ഒരു ദേഷ്യമില്ല, മറിച്ച് സ്നേഹം മാത്രമേ ഉള്ളൂ. അമ്മ നടന്നു, ഞാനിപ്പോ വരാം.